ഹലോ, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഓർഡർ ആണിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ 2 kg കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ക്രം കോട്ടിങ് ചെയ്തു. ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം ഫുൾ കോട്ടിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫുൾ കോട്ടിങ് നമ്മൾ ചെയ്തെടുക്കുന്നത് നമുക്ക് പിങ്ക് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്യേണ്ടത് കേട്ടോ. അവരുടെ ആ ഒരു തീം പിങ്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കേക്ക് നമുക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെയാണ് ചെയ്തേക്കുന്നത്, അതേപോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 2 kg കേക്ക് ബേക്ക് ചെയ്തെടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 kg ടിന്നുണ്ടല്ലോ, അതിലൊരു വട്ടം ബേക്ക് ചെയ്തു, പിന്നെ ഒരു വട്ടം കൂടി 1 kg ബേക്ക് ചെയ്തു. അങ്ങനെയാണ് 2 kg ചെയ്തേക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലത്തെ kg 1 kg ആണ് കേട്ടോ. അങ്ങനെ 2 തട്ടും കൂടിയിട്ട് 3 kg കേക്കാണ് വന്നേക്കുന്നത്. ടോട്ടൽ നമുക്ക് 3 kg കേക്കാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1 kg കേക്കും അതുപോലെ തന്നെ ഒരു 6 കപ്പ് കേക്കും 6 സിക്കിൾസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാണ് ഇവിടെ ഉമ്മ. അപ്പോൾ അവൾ ഉമ്മയുടെ ഒക്കത്ത് കയറിയിട്ട് അവൾക്ക് ബീറ്റർ പിടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ചെയ്യുന്നുണ്ട്, ഒപ്പം ബീറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് മൂപ്പരാൾ. അപ്പോൾ നമ്മൾ അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫ്രിഡ്ജിലേക്ക് ഇതാ പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത കേക്ക്, അതായത് മുകളിലത്തെ തട്ടത്തെ 1 kg കേക്കാണിത്. 2 kg കേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഫുൾ കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള 1 kg കേക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫുൾ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. ഇത് പിങ്ക് കളറിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയത്തെ തട്ട് കേക്ക് പിങ്ക് ആൻഡ് വൈറ്റും മുകളിലത്തെ തട്ട് കേക്ക് ഫുൾ പിങ്കും, അങ്ങനെയാണ് ആ ഒരു പിക്ചറിൽ ഫുൾ കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റിൽ ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റാക്ക് ചെയ്യേണ്ട കേക്കാണല്ലോ, അതിൽ നിന്ന് എടുത്ത് വെക്കേണ്ട കേക്കാണ്. അതുകൊണ്ടാണ് ഇത് സ്റ്റാൻഡിൽ ചെയ്യാഞ്ഞത്. ആ സ്റ്റാൻഡ് വെറുതെ ആയി പോവും, പിന്നെ വെള്ളം നിറഞ്ഞിട്ട് ആകെ അങ്ങോട്ട് വെറുതെ ആയി പോകും. അപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്യേണ്ട, പ്ലേറ്റിൽ വെച്ച് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പ്ലേറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1 kg കേക്കും കൂടി ഇതിൻ്റെ കൂടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കേക്കാണ് കേട്ടോ ഇത് ഉമ്മ ഫുൾ കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കിടന്ന സമയത്ത് എനിക്ക് ഫുൾ കോട്ടിങ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി കിടന്നിട്ടുണ്ടായിരുന്നു 2 കേക്ക്സിൻ്റെയും. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് ഫുൾ കോട്ടിങ് ചെയ്ത് വെച്ചു. അതെനിക്ക് ഭയങ്കര ഹെൽപ്പായി, കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ, വയറിന് ഭയങ്കരമായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ ഇത് ഫുൾ കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ഞാനിത് ഈ ബാക്കിയുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ കേക്ക് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ കേക്ക്, ഇതാണ് മെയിൻ കേക്ക്. ഈ ഒരു മെയിൻ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഈ ഒരു കേക്കിന് നമ്മൾ ബാംബൂ സ്റ്റിക്സ് ഒക്കെ വെച്ച് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബാംബൂ സ്റ്റിക്ക് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇടിഞ്ഞ് വീഴുക, മറിഞ്ഞ് വീഴുക, അതുപോലെ തന്നെ ഈ നല്ല വെയിറ്റുള്ള കേക്ക്സൊക്കെ ദൂരേക്കൊക്കെ ഡെലിവറി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ബാംബൂ സ്റ്റിക്സ് ഇറക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഇങ്ങനെ സൈഡിലേക്ക് മറിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമുക്കത് കട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. രണ്ടാമത് വീണ്ടും അതൊരു പണിയാവും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഓരോരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. ഇത് ഞാൻ ഈ ഒരു ടെഡി ബിയേഴ്സൊക്കെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അത് തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് തലേ ദിവസം ചെയ്ത് വെച്ചാലാണ് നല്ല സെറ്റായി കിട്ടുക, അല്ലെങ്കിൽ നമുക്കതിങ്ങനെ മെൽറ്റായി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഒന്നാമത് വർഷക്കാലം ആവുക കാരണം തന്നെ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം കേക്കിൻ്റെ മുകളിൽ സെറ്റാവുന്നില്ല. സെറ്റാവാത്ത വിഷയം ഈ ഒരു തണുപ്പ് കാരണമാണ്. അപ്പോൾ അതിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യണവും ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ ഈ ഒരു ടെഡി ബേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, അത് 2 ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിന് മുകളിൽ ഫോക്സ് ബോൾസ് ആണ് വെച്ച് കൊടുക്കാനുണ്ടായിരുന്നത്. വൈറ്റ് ആൻഡ് പിങ്ക് ആൻഡ് ഗോൾഡൻ കളർ ഫോക്സ് ബോൾസ് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെൽ നോസിൽ വെച്ചിട്ട് ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ ഈ ഒരു അടിഭാഗത്ത് കൂടെ ബോർഡർ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ച് കൊടുത്തു. ഒരു 1 എന്നുള്ള ഒരു ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെയിമും എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 6 കപ്പ് കേക്ക്സും 6 സിക്കിൾസും ചെയ്യാനുണ്ടായിരുന്നു. അതിൽ 3 കപ്പ് കേക്ക്സ് വൈറ്റും 3 കപ്പ് കേക്ക്സ് പിങ്കും കളറിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ സിക്കിൾസ് നമ്മൾ പിങ്ക് കളറിൽ ചെയ്തു, എന്നിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു 1 kg കേക്ക് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.